ഹായ് ഓൾ, ഞാൻ റോണിയാണ്. കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ നമ്മൾ ഫിസിക്സും മാർക്കറ്റുമായിട്ട് എത്രത്തോളം ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ മാർക്കറ്റിൽ അപ്ലൈ ആക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സും മാർക്കറ്റുമായിട്ട് എത്രത്തോളം ലിങ്ക് ഉണ്ടെന്നാണ്. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾ മാത്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, ഞാൻ മാത്സിൽ തോറ്റവനാണ്, അല്ലെങ്കിൽ മാത്സ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഞാനും മാത്സിൽ തോറ്റതാണ്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വെറും ഒരു 5ാം ക്ലാസ്സുകാരൻ്റെ മാത്സ് മാത്രമാണ്. എങ്ങനെ സാധാരണ മാത്സ് നമുക്ക് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഒരുപക്ഷെ നിങ്ങൾ മാത്സിൽ തോറ്റതായിരിക്കട്ടെ, അല്ലെങ്കിൽ മാത്സ് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിക്കട്ടെ, അല്ലെങ്കിൽ മാത്സ് നിങ്ങൾക്ക് ബോറിംഗ് ആകട്ടെ, എന്തിരുന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയട്ടെ, മാർക്കറ്റിൽ ആർക്കും ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എനിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ടി വിയിൽ കാണുന്ന എക്സ്പേർട്ടിനും, അല്ലെങ്കിൽ മാർക്കറ്റിൽ വലിയ റിട്ടേൺസ് ഉണ്ടാക്കിയ ട്രേഡർ ആണെങ്കിലും ഇൻവെസ്റ്റർ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്ന ഏത് യൂട്യൂബർ ആണെങ്കിൽ പോലും മാർക്കറ്റിലെ ഫ്യൂച്ചർ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നാളെ എന്താണെന്ന് ആർക്കും അറിയാത്തത് കൊണ്ട് നമ്മുടെ ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ പറ്റി റൈറ്റ് ആകുക എന്നായിരിക്കരുത് നമ്മുടെ ഗോൾ. നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാത്സ് കറക്റ്റ് ആകുക എന്നുള്ളതാണ്. അതായത് മാർക്കറ്റിനെ പറ്റി പ്രോബബിലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അതായത് പ്രോബബിലിറ്റി പ്രകാരം പറയുവാണെങ്കിൽ, നിങ്ങളൊരു കോയിൻ ടോസ് ചെയ്യുവാണെങ്കിൽ അതാണെങ്കിൽ 5 തവണ ഹെഡ്സും 5 തവണ ടെയിലും വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നിങ്ങളൊരു 10 ട്രേഡ് എടുക്കുവാണെങ്കിൽ അതിൽ 5 എണ്ണം ലോസും 5 എണ്ണം പ്രോഫിറ്റും ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം, ഇപ്പം ലോസ് ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന്. ലോകത്തിൽ ലോസ് ഉണ്ടാക്കാതെ പൈസ ഉണ്ടാക്കിയ ഒരു ട്രേഡറെയും ഒരു ഇൻവെസ്റ്ററെയും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ലോസ് ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്, പക്ഷെ എത്രത്തോളം ലോസിനെ കൺട്രോൾ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് ലോകത്തിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ട്രേഡറിൻ്റെ ഒരു കോട്ടാണ്. അതായത് ജോർജ് സോറോസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ റൈറ്റ് ഓർ റോങ്, ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് യു മേക്ക് വെൻ യു ആർ റൈറ്റ് ആൻഡ് ഹൗ മച്ച് യു ലൂസ് വെൻ യു ആർ റോങ്. അതായത് നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാർക്കറ്റിൽ ആരും കെയർ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ശരിയാകുമ്പോൾ എത്രത്തോളം ശരിയാകുന്നു, നിങ്ങൾ തെറ്റാകുമ്പോൾ എത്രത്തോളം തെറ്റാകുന്നു. അതായത് ശരിയാകുമ്പോൾ എത്രയധികം പൈസ നിങ്ങൾ ഉണ്ടാക്കുന്നു, അതായത് തെറ്റാകുമ്പോൾ എത്രയും കുറവ് പൈസ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. അതായത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടനിറ്റി അല്ല. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചാൻസ് ആണ്, പ്രോബബിലിറ്റിയാണ്. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, ലോസ് വരുത്തുന്നതല്ല, വലിയ ലോസ് വരുത്തുന്നതാണ്. മാർക്കറ്റിൽ ചെറിയ ലോസുകൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ലോസ് ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് പോകുന്നതാണ്. അധികം പേർക്കും പൈസ നഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഷെയർ വാങ്ങിച്ചിട്ടല്ല, തെറ്റായിട്ടുള്ള എമൗണ്ടിൽ വാങ്ങിച്ചിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 50,000 രൂപ കൊടുത്ത് നിങ്ങൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ റോങ് ആകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രേഡിങ്ങിൻ്റെ മാക്സ് നിങ്ങൾക്കെതിരെ വർക്ക് ചെയ്യാനായിട്ടാണ് ചാൻസ്. അങ്ങനെയാണെങ്കിലോ ലോസ് വരുമ്പോഴാണെങ്കിൽ മൈൻഡ് ഫ്രീസ് ആകും, ഡിസിഷൻ റോങ് ആകും. പിന്നെ മാത്സ് പറയുന്നത് ഇതാണ്, ചെറിയ റിസ്കുകൾ റെപ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ്, സ്മോൾ റിസ്ക് റെപ്പറ്റീറ്റീവ് പ്രോസസ്സ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളൊരു ബസ്സിൽ കയറാൻ നേരത്ത് ആ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങളെ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം, അതോ സേഫായിട്ടും കൺട്രോളായിട്ടും എത്തിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? നിങ്ങൾ ചൂസ് ചെയ്തത് സേഫ്റ്റിയും കൺട്രോളും ആണെങ്കിൽ ട്രേഡിങ്ങിലും അത് തന്നെയാണ് പ്രധാനം. ട്രേഡിങ്ങിൽ സ്പീഡല്ല ഇമ്പോർട്ടൻറ്റ്, സേഫ്റ്റിയും കൺട്രോളും ആണ് ഇമ്പോർട്ടൻറ്റ്. അതായത് റിസ്ക് മാനേജ്മെൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ചോദിക്കും, റോണി എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും? പിന്നെ ഞാൻ തിരിച്ച് ചോദിക്കും, വർസ്റ്റ് കേസ് എന്താണ്? വർസ്റ്റ് കേസിൽ നിങ്ങൾക്ക് സർവേ ചെയ്യാൻ പറ്റുമോ? അതായത് നേരത്തെ ഞാൻ പറഞ്ഞു മാർക്കറ്റ് അൺസർട്ടൻ ആണ്. അതായത് ഏറ്റവും വർസ്റ്റ് ഓഫ് ദ വർസ്റ്റ് കേസിൽ നിങ്ങൾക്ക് സർവേ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ വിൻ ചെയ്യും. നിങ്ങളെടുക്കുന്ന ട്രേഡ് സേഫ് ആണെങ്കിൽ പ്രോഫിറ്റ് ഇന്നല്ലേ നാളെ വരും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. സർവൈവ് ചെയ്യുന്നവനാണ് വിൻ ചെയ്യുന്നത് മാർക്കറ്റിൽ. സർവൈവ് ചെയ്യുന്നവനാണ് മാർക്കറ്റിൽ ത്രൈവ് ചെയ്യുന്നത്. ശരിയാണ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏത് മീഡിയത്തെക്കാളും ഏറ്റവും അധികം റിട്ടേൺ തരുന്ന ഇടമാണ്. പക്ഷേ പ്രശ്നം ഇതാണ്, എല്ലാവർക്കും പെട്ടെന്ന് വേണം, പെട്ടെന്ന് പൈസ ഇരട്ടിക്കണം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, സ്ലോ ആയിട്ട് പോകുന്നവൻ ദീർഘദൂരം പോകും, വേഗത്തിൽ പോടുന്നവൻ എവിടെയെങ്കിലും തളർന്നിരിക്കും. ജുഞ്ചുമാല പോലും പറയുന്നത് അയാൾക്കൊരു 18% കിട്ടുവാണെങ്കിൽ അയാളൊരു കിങ് ആണെന്നാണ്, അയാൾക്ക് 21% കിട്ടുവാണെങ്കിൽ അയാളൊരു എംപറർ. പക്ഷേ ടൈം കൂടുതൽ എടുത്താൽ പ്രോസസ്സ് ബോറിംഗ് ആയിരിക്കും, പക്ഷേ സൈലൻ്റ് ആയിട്ട്
അത് കോമ്പൗണ്ട് ചെയ്യും. ഇമോഷൻ പറയും ലോസ് അവോയ്ഡ് ചെയ്യാൻ, മാത്സ് പറയും ലോസ് കൺട്രോൾ ചെയ്യാൻ. ലോസ് ഇല്ലാത്ത ആൾ മാർക്കറ്റിലില്ല, പക്ഷെ കൺട്രോൾഡ് ലോസ് ഉള്ളവർ ലോങ് ടേമിൽ മാർക്കറ്റിലുണ്ടാവും. ഇൻവെസ്റ്റ്മെൻറ്റിലും ട്രേഡിങ്ങിലും മാത്സ് 2 രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ലോ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിൽ പേഷ്യൻസ് വേണം, ട്രേഡിങ്ങിലാണെങ്കിൽ ഡിസിപ്ലിനും. ജുഞ്ചുമാലയുടെ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു കോട്ടുണ്ട്. അതായത് നിങ്ങൾക്കൊരു വൈഫും ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ടെങ്കിൽ രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് കാണുക, രണ്ടുപേരെയും മിക്സ് ചെയ്യാൻ പാടില്ല. ഉടനെ അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിനെ നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ രീതിയിൽ കാണുക, ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രീതിയിൽ കാണുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ, വൈഫിനെയും ഗേൾ ഫ്രണ്ടിനെയും മിക്സ് ചെയ്താലുള്ള അവസ്ഥ. രണ്ടും മിക്സ് ചെയ്താൽ പണി കിട്ടും. അപ്പം ട്രേഡിങ്ങിൻ്റെ റൂൾസ് ഫോളോ ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റൂൾസ് ഫോളോ ചെയ്യുക. നമ്മളാരും മണ്ടന്മാരല്ല, മാർക്കറ്റ് നമ്മളെ ചീറ്റ് ചെയ്യുന്നുമില്ല. നമ്മളൊരു ഷെയർ കാണുമ്പം ചോദിക്കേണ്ടത് ഈ ഷെയർ പോയാൽ എന്നെ എടുക്കുമെന്നല്ല, ഈ ഷെയറിൽ മാക്സിമം എനിക്ക് എത്ര രൂപ നഷ്ടപ്പെടുമെന്നാണ്. ഞാൻ പേഴ്സണലി ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ നോക്കുന്നത് ഇതിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല, ഇതിൻ്റെ വെർസ്റ്റ് കേസ് സിനാരിയോ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ്. അതായത് വെർസ്റ്റ് കേസിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഫ്രണ്ട്സ്, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറി അല്ല, ഒരു എക്സാം അല്ല, ഒരു ലോങ് ജേണിയാണ്. ഇവിടെ മാത്തമാറ്റിക്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഫിയർ കുറയും, പാനിക് കുറയും, ക്ലാരിറ്റി വരും. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിച്ചത് എങ്ങനെ ബേസിക് മാത്സും മാർക്കറ്റുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആകുന്നതെന്നാണ്. കുറച്ച് ബേസിക്സ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി വല്ലതും ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയണോ പഠിക്കണോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ എത്ര ചെറിയ ഡൗട്ടും ആയിക്കോട്ടെ എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനത് ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പം വീഡിയോ കണ്ടതിന് വളരെ നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.